നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കങ്ങൾ ഇന്ന് ആരംഭിക്കും. കലോത്സവത്തിന്റെ തലേ ദിവസം രാത്രി മുതൽ ഭക്ഷണം വിളമ്പും. മന്ത്രി കെ രാജൻ കലവറ സന്ദർശിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇത്തവണയും പഴയിടത്തിന്റെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ പാചകക്കൂട്ടാണ് തയ്യാറാക്കുന്നത്. സദ്യവട്ടങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ മുതൽ എല്ലാം കലോത്സവ കലവറയിൽ എത്തിക്കഴിഞ്ഞു. 13-ന് രാവിലെ മുതൽ കലവറ നിറയ്ക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയാകുന്നതോടെ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും. പച്ചക്കറികൾ അരിയലും അടുപ്പുകൂട്ടലും തുടങ്ങി കലവറ സജീവമാകാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. അധ്യാപക സംഘടനയുടെ മേൽനോട്ടത്തിലാണ് കലവറയും ഭക്ഷ്യപ്പുരയും പ്രവർത്തിക്കുന്നത്. 600-ലധികം വരുന്ന അധ്യാപകർ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കും. കലവറ ഒരുക്കത്തിന് മുന്നോടിയായി മന്ത്രി കെ രാജൻ, മേയർ, കളക്ടർ ഉൾപ്പെടെയുള്ളവർ പാചകപ്പുര സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 4000 ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും 5000 പേർക്ക് വരി നിൽക്കാനുമുള്ള പ്രത്യേക സൗകര്യവും ഭക്ഷണപന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ എല്ലാ ദിവസവും 10,000-ലധികം ആളുകൾക്ക് ഭക്ഷണം ക്രമീകരിക്കും. ഉച്ചയ്ക്ക് 20,000 ആളുകൾക്കുള്ള ഭക്ഷണവും തയ്യാറാക്കും. ഭക്ഷ്യപ്പുര കുറ്റമറ്റ രീതിയിൽ വിപുലമായി പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുള്ളതുപോലെ പഴയിടം തന്നെയാണ് ഭക്ഷണത്തിന് നേതൃത്വം നൽകിയ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായിട്ടുണ്ടാകുന്നത്. 13-ാം തീയതി തലേന്ന് 3 മണിക്കാണ് പാലുകാച്ചൽ ചടങ്ങ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തുക. സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ കണ്ട എൻട്രൻസിലൂടെ കുട്ടികളെ പ്രവേശിപ്പിച്ച് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പിറകിലേക്ക് കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ച് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം എത്തിക്കുന്ന കാര്യം, കുടിവെള്ളം വിതരണം ചെയ്യുന്ന കാര്യമെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ, ആവശ്യത്തിന് ടാപ്പുകളുണ്ട്. ഇലയിലാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചൊരു ഹരിത മത്സരങ്ങൾ നീണ്ടുപോയാലും എല്ലാ കുട്ടികൾക്കും വേണ്ടി രാത്രി 1 മണിവരെ കലവറ പ്രവർത്തിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും കാറും കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം 13 പേർക്ക് പരിക്ക്. ആന്ധ്രയിൽ നിന്ന് ശബരിമലയ്ക്ക് പോയിരുന്ന ശബരിമല തീർത്ഥാടകരായ 6 പേർക്കും കാറിൽ സഞ്ചരിച്ചിരുന്ന 2 കുട്ടികളടക്കം 7 പേർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 1:30യോടെയായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ വാൻ മറിഞ്ഞു. യാത്രക്കാരും ഒല്ലൂർ പോലീസും രക്ഷാപ്രവർത്തനം നടത്തി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. തിങ്കളാഴ്ച പുലർച്ചെ 2:30ഓടെയായിരുന്നു സംഭവം. കണ്ണൂർ സ്വദേശിയെന്ന് കരുതുന്ന 25 വയസ്സുള്ള വിനായകൻ എന്ന യുവാവിനാണ് പരിക്കേറ്റത്. റെയിൽവേ പോയിന്റ് മാൻ രാഹുൽ ശബ്ദം കേട്ട് ചെന്ന് പരിശോധിച്ചപ്പോഴാണ് യുവാവ് ട്രാക്കിന് സമീപം പരിക്കേറ്റ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപകടത്തിൽ യുവാവിന്റെ ഇടതുകൈ തോളിന് താഴെ വെച്ച് അറ്റുപോയിരുന്നു. കൂടാതെ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ 108 ആംബുലൻസ് വിളിച്ചു വരുത്തി യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട സ്ഥലത്ത് യുവാവിന്റെ അറ്റുപോയ കൈ കണ്ടെത്താൻ വടക്കാഞ്ചേരി പോലീസും പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ കൈ കണ്ടെത്തുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. നിലവിൽ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന് ഇടയ്ക്ക് ബോധം വരുന്നുണ്ട്. വടക്കാഞ്ചേരി പോലീസ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,030 രൂപയും പവന് 1,04,240 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.